ഈ ജോഡി ബോസിനോട് വന്നിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്ത് പറഞ്ഞാലും എന്തിനായിരിക്കും ഇത്രത്തോളം ചിരിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനും എന്റെ ബോസിനെ പോലെ തന്നെ കൺഫ്യൂഷനിലായല്ലോ. പോയവര് കൺവീൻസ് ആയതുപോലെ തോന്നുന്നില്ല. ബോസ് എന്നെ പോലെ വലിയ കൺഫ്യൂഷനിലാണെന്നാ തോന്നുന്നേ. അമൂല്യ വീട്ടിലേക്ക് പോയോ? കുറച്ചു സമയം കഴിഞ്ഞിട്ട് പോയ പോരായിരുന്നു ഇവക്ക്. സുമേഷേ, ഓഫീസ് അവേഴ്സ് കഴിഞ്ഞു ബോസ്. ഇനി എന്താണെങ്കിലും നാളെ സംസാരിക്കാം. സുമേഷ് ലോഗിൻ ഔട്ട് ബോസ്. ബോസ് അയ്യോ, ഐ എം റിയലി സോറി ബോസ്. ഐ എം സോറി. ദയവേത് എന്നോടൊന്ന് ക്ഷമിക്ക്. ആളറിയാതെ പറഞ്ഞു പോയതാ. ബോസ് ഒരു വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയാം. എടോ സുമേഷ്, എല്ലാവരും പോയോ? അതോ ആരെങ്കിലും ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ? വർക്കിംഗ് അവർ ഓവർ. നോ മീറ്റിംഗ്. ഓൺലി ഫ്യൂ ഓഫ് ദം ഹിയർ ദേർ റോമിംഗ്. അമൂല്യ പോയോന്ന് ഇനി ഇയാളോട് എങ്ങനെയാ ചോദിക്കുക? എടോ സുമേഷേ, ലേഡി സ്റ്റാഫ് എല്ലാവരും പോയോ? ബോസ്, നിങ്ങൾ എന്താ ഇങ്ങനെ മീഡിയക്കാര് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നേ? വാട്ട്? ഇവിടെ ഉള്ളത് 4, 3, 7 പേരാ. ലേഡി സ്റ്റാഫ് പോയോ എന്ന് ചോദിച്ചില്ലേ? ഈ എല്ലാവരും പോയി എന്ന് പറയുമ്പോ അതില് ലേഡി സ്റ്റാഫ് ഉൾപ്പെടുമല്ലോ. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ആകപ്പാടെയുള്ള ആ 3, 4, 7 പേരും ആണുങ്ങളാ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. അത് നിങ്ങളുണ്ടാക്കിയ റൂള് തന്നെയല്ലേ ബോസ്? അതായത് 6 മണിക്ക് ശേഷം ഏതെങ്കിലും ലേഡി സ്റ്റാഫ് ഇവിടെ ഉണ്ടായാൽ അവരെ ക്യാബ് എടുത്ത് പറഞ്ഞയക്കണമെന്ന്. I know it. പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ. ബോസ്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കൺഫ്യൂഷനിലാക്കുന്നത്? ബോസ് ആരെ പറ്റിയാ ചോദിക്കുന്നതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ഈസി ആയേനെ. എടോ, അത് അങ്ങനെയല്ല. സാഹിത്യ മേഡത്തിനെ പറ്റിയാണോ ചോദിക്കുന്നേ? മേഡം സാരിക മേഡത്തിന്റെ ഒപ്പം അങ്ങോട്ട് പോയി. അവളെ പറ്റി ഇപ്പൊ ആരെങ്കിലും ചോദിച്ചോടോ? പാനിപ്പൂരി രഞ്ജിത്ത് മീനാക്ഷിയുമായിട്ടൊരു മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞിരുന്നതാ. ഇവിടെ ഇയാളാണെങ്കിൽ എന്നെ കൺഫ്യൂഷൻ ആക്കി കൊല്ലുക. എന്നെ തെറി വിളിച്ച് കഴിഞ്ഞോ? അങ്ങനെയൊന്നുമില്ല ബോസ്. ആരെങ്കിലും പോകാതെ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു നോക്കിയതാ. ഒന്ന് ആലോചിക്കട്ടെ. ഇതെത്ര ഇമ്പോർട്ടന്റ് ഫയലാന്നറിയോ? ഇതാരെ ഇവിടെ വെച്ചിട്ട് പോയേ? അമ്മ പോയോടോ? ഐ മീൻ അമൂല്യ പോയോന്ന്? വന്ന് അവിടം വരെ ആയി അല്ലേ? ഞാൻ തന്നോടാണോ ചോദിച്ചത്? മേഡം പോയിട്ട് കുറെ നേരമായി ബോസ്. നോൺസെൻസ്. ഈ ഇമ്പോർട്ടന്റ് ഫയൽ എന്താ അവൾ ഇവിടെ വെച്ചിട്ട് പോയേ? നോൺസെൻസ്. ഇത്ര ഇമ്പോർട്ടന്റ് ഫയൽ ഇവിടെ വെച്ചിട്ട് പോയോ അവള്? അത് ഇമ്പോർട്ടൻസ് ആവുന്നത് ഏത് ആംഗിളിലാണോ എന്തോ. അതിലൊരു പേര് പോലും എഴുതിയിട്ടില്ല. ഓരോ സെക്കൻഡ് കിട്ടുമ്പോഴും താൻ എന്റെ മനസ്സിൽ തെറി വിളിക്കാനോടോ? അത് സോറി ബോസ്. ഞാൻ ഈ ഫയൽ അമൂല്യ മേഡത്തിനെ ഏൽപ്പിക്കാം. താൻ എന്തിനാ കൊടുക്കുന്നേ? ഞാൻ തന്നെ കൊടുത്തോളാം. വേണ്ടപ്പെട്ടവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി MD ഫയലിന് പോലും ഇത്രയും വില വരുമല്ലേ? അമൂല്യ മേഡത്തിനെ മീറ്റ് ചെയ്യാൻ പോവാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തടസ്സം പറയാൻ പോകുന്നോ? ഞാൻ ഒന്നും പറയില്ലായിരുന്നു. വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആക്കി. എന്നെ ചീത്ത വിളിച്ച് കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോകാൻ നോക്കണോ? ഇത്രയും ദൂരത്തിലാണെങ്കിലും ബോസിന് എന്റെ വോയിസ് കേൾക്കാൻ പറ്റിയ നല്ല കാര്യം ബോസ്, നല്ല കാര്യം. ഞാനും ഒന്ന് നോക്കട്ടെ, എനിക്ക് ആദ്യം മീനാക്ഷിയെ കിട്ടുവോ അതോ അമൂല്യ മേഡത്തിനെ ബോസിന് ആദ്യം കിട്ടുവോ എന്ന്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചോറുണ്ടത് കൊണ്ട് ഞാൻ ഒരു ചെറിയ സജഷൻ തരാം. സാഹിത്യ അമൂല്യ മേഡത്തിന് പകരമാകാൻ ഒരു സാധ്യതയും. ഇത് കൊള്ളാലോ. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് വന്ന് കഴിക്കുന്നുണ്ട്. ഇത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എല്ലാം വിറ്റ് പോകുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. പോകുന്നുണ്ടല്ലോ എന്നല്ല, പോയി കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചത് മാത്തമാറ്റിക്സ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും കൊമേഴ്സാ, പക്ഷെ കണക്കിന്റെ കാര്യം കൃത്യമായിട്ട് ഞാൻ തന്നെ നോക്കും. എന്റെ ക്യാഷ് ഞാൻ വേസ്റ്റ് ആക്കുവോ? കൊഴപ്പില്ല, വെച്ചോളൂ. അല്ല, വൈകുന്നേരം എന്റെ കോളേജിന്റെ അടുത്ത് നമ്മുടെ വണ്ടി വെച്ചാ ഇതെല്ലാം കാലിയാവുന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയായിരുന്നു? ഞാൻ വെറുതെ കൊമേഴ്സ് പഠിച്ചതല്ല, അത് അപ്ലൈ ചെയ്യാനും എനിക്കറിയാം. തിയറി മാത്രം പഠിച്ചാ പോരെ മേഡം.
പ്രാക്ടിക്കലായിട്ട് അത് അപ്ലൈ ചെയ്യാനും പഠിക്കണം. ശരി, അത് ഏത് തിയറി അപ്ലൈ ചെയ്തെന്ന് ഒന്ന് പറഞ്ഞു തന്നെ. നിന്റെ കോളേജ് ഉള്ളത് പനമ്പള്ളി നഗറില എന്ന് വെച്ച സൗത്ത് കൊച്ചിയില് ഇത്രയും ഭക്ഷണപ്രിയരെ ഇവിടെയല്ലാതെ വേറെ എവിടെ കിട്ടാനാ? ഇതിനെയാണ് ടാർഗറ്റ് ഗ്രൂപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാ, നിന്റെ കോളേജ് ആയതുകൊണ്ട് നിന്റെ മുഖം കണ്ടിട്ട് പാവം തോന്നി ഈ കോളേജിൽ ഒരു കുട്ടി കഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ട് ഇവിടെ വന്ന് എല്ലാരും ഫുഡ് വാങ്ങുമെന്ന് ഞാൻ ഗസ് ചെയ്തു. അതേതായാലും വർക്കായി. അതിനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇതിലിപ്പോ എന്താ മനസ്സിലാക്കാൻ? ഇത് ജസ്റ്റ് കോമൺ സെൻസ്, അത്രേ ഉള്ളൂ. ഇനി അടുത്ത കാര്യം, ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും കഴിക്കുന്ന ഈ കാലത്ത് നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നല്ല പൈസ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. നിന്റെ അമ്മയുടെ കൈപുണ്യത്തിനോടുള്ള കോൺഫിഡൻസ്. ഓഹോ, ഇത്രയൊക്കെ കാര്യം ഉണ്ടായിരുന്നോ? കാര്യങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ കണ്ണ് തുറന്നു നോക്കണം. ശരി, വീട്. അയ്യോ, ലേറ്റ് ആവുന്നല്ലോ. മുതുകിയെ കൂട്ടാൻ റാണിയും കൊണ്ട് നീ ഓഫീസിലേക്ക് എപ്പോ പോവും? ഫൈനലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു അല്ലേ അളിയ? ആരുടെ ഫോൺ വരുന്നുണ്ട്? ഞാൻ നോക്കിക്കോളാം അളിയ. അയ്യോ അളിയ, എന്റെ അനിയത്തി, നിങ്ങളുടെ ഭാര്യയുടെ കോള വരുന്നേ. നമ്മൾ ചെയ്ത കാര്യം നമ്മൾ തന്നെ പറയണം, എന്നാലേ എനിക്ക് റൂമിലേക്ക് റീ എൻട്രി കിട്ടുള്ളൂ. അതെ അതെ, ആർദിയുടെ കാര്യം ഇങ്ങനെ തന്നെയാ. ഗുഡ് നൈറ്റ് കോൾ വരാതെ ഉറക്കം പോലും വരില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും വീഡിയോ കോളിൽ ആഡ് ചെയ്തോ. ശരി ശരി, കാർ സൈഡിലേക്ക് ഇട്ടെ. ഹായ് ആദിയ, ഒരു മിനിറ്റ് കട്ട് ചെയ്യല്ലേ, ഞാൻ ആർദിയും ആഡ് ചെയ്യാം. ഹായ് ആർദി. ഹലോ, എന്റെ അടുത്ത് സോപ്പ് ഇടാനൊന്നും വരാൻ നിൽക്കണ്ട. എന്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കില്ല. ഹലോ, ഒന്ന് ക്ഷമിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ഞങ്ങള് സെറ്റാക്കി. വേദാന്തളിയന്റെ അടുത്ത് സംസാരിച്ച് അറിയോ? സത്യമായിട്ട് നിങ്ങൾ സംസാരിച്ചോ? സത്യം തന്നെ പറയുന്ന ആരതി, ഇപ്പൊ ഞങ്ങൾ എന്തിനാ കോമഡി പറയുന്നേ? അഹങ്കരിച്ചതൊക്കെ മതി. ആദ്യം ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് പറ. ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത് നല്ലതിനല്ലാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ വായി തോന്നി എന്തോ പറഞ്ഞു. പക്ഷെ വേദാന്തിന്റെ അടുത്തുനിന്ന് ഈ ലവിന്റെ കാര്യത്തിലൊന്നും പെട്ടെന്ന് മറുപടി കിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. വെയിറ്റ് ചെയ്യണോന്നോ? അത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നടക്കില്ല. സോ ഇത് കഴിഞ്ഞിട്ടാണ് അളിയന്റെ റൂമിലേക്ക് റീ എൻട്രി. പിന്നെ എനിക്ക് ഗുഡ് നൈറ്റ് കോളും. അത്രേ ഉള്ളൂ. അത്രയ്ക്ക് സീനൊന്നുമില്ല. എന്നാ നടന്നതെന്ന് എനിക്ക് ഫുൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സുമേഷ് എന്നോട് എല്ലാം പറഞ്ഞു. ചേട്ടൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് നിങ്ങൾ കാരണമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാ ഇവരൊന്നും ചെയ്തില്ലേ എടുത്തി? ഇവര് മുഖം നോക്കാരുതി. ഇവരെ കൊണ്ട് ഇത് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടുപേരും കൂടി നമ്മള് ഫൂളാക്കാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഒന്നുമില്ല ആരതി. ആദ്യ, നീ ചുമ്മാ കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ സത്യം എപ്പോഴും പറഞ്ഞത്. ഗുഡ് നൈറ്റ് കോളിന്റെ കഥ ഇവിടെ നിൽക്കട്ടെ. ഇനി മുതൽ ഗുഡ് മോർണിംഗ് കോള് പോലും ക്യാൻസൽ ആണ്. മിസ്റ്റർ സിദ്ധാർത്ഥ്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കരുതണ്ട. വെറും റൂമിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന വലിയ ലെവലില് പണി കിട്ടും. നോക്കിക്കോ. എന്താ ഇത്? കയ്യിൽ കിട്ടിയിട്ടും കഴിക്കാൻ പറ്റില്ലല്ലോ അളിയാ. അത് ശരി, ഒരു കോള് വന്നതിനാണോ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് സ്വന്തം റൂമിൽ പോലും കിടക്കാൻ പറ്റുന്നില്ല. അത്രയൊന്നും വരില്ലല്ലോ നിന്റെ കാര്യം. ഇതിനെല്ലാം കാരണം ആ സുമേഷ. നാളെ കയ്യിൽ കിട്ടും, കാണിച്ചു കൊടുക്കാം. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയേക്കുവാണോ? അവിടെ അയാളാണെങ്കിൽ എന്നോട് അങ്ങനെ പെരുമാറും. ഇവിടെ നീയും അങ്ങനെ തന്നെയാണല്ലേ? അവിടെ അവൻ എന്നെ കൈവിട്ട ഇവിടെ നീ എന്നെ കൈവിടും. നിന്നെ അവന്റെ അടുത്താക്കണമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചായിരുന്നു.
പുതിയ പോളിസി ആഡ് ചെയ്ത ഇൻഷുറൻസ് ഫയൽ എത്രയും പെട്ടെന്ന് റെഡിയാക്കിയിരിക്കണം. ആ ഫയൽ 1/2 മണിക്കൂറിനുള്ളിൽ എന്റെ ക്യാബിനിലേക്ക് എത്തിയിരിക്കണം. വേദാന്ത് എനിക്ക് വേണ്ടിയിട്ട് കമ്പനി പോളിസിയും ചേഞ്ച് ചെയ്തു. പക്ഷെ അതും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി തന്നെയായിരിക്കും അല്ലേ? വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയല്ലോ ഇത്. ഡോ, ഞാനിവിടെ തല പുകച്ച് ഡീപ്പായിട്ട് ആലോചിക്കുമ്പോ നീ എന്താ ഫ്രണ്ടിൽ വന്ന് ഹോൺ അടിക്കുന്നേ? എപ്പോഴും ഇമാജിനേഷനിൽ വന്ന് ശല്യപ്പെടുത്താനാണല്ലേ? പണ്ടേ ഞാൻ ശരിയല്ല. തല പോഞ്ഞിരിക്കുമ്പോഴത്തെ കാര്യം പറയേ വേണ്ട. വെറുതെ പോവാൻ നോക്ക്, അല്ലെങ്കിൽ റിയൽ ആയിട്ട് എന്റെ വായിലിരിക്കുന്ന കേൾക്കും. എനിക്കങ്ങനെ ദേഷ്യം വന്നാ പിന്നെ തീർന്നു. അവസാനം നിനക്ക് റിയൽ ആയിട്ട് വരാൻ പറ്റില്ല, ഇമാജിനേഷനിലും വരാൻ പറ്റില്ല. റോഡിലും എനിക്കൊരു സമാധാനം തരില്ലേ? ഇവളെന്താ ഈ ആക്ഷൻ കാണിക്കുന്നേ? ഇവക്ക് എന്താ പറ്റിയത്? എടോ, തനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടി കഴുതേ, വണ്ടി കേടായി പോയോ? വാ, ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. അയ്യോ, ഇത് ശരിക്കും അവൻ തന്നെയാണല്ലോ. നീ എന്തായി നോക്കി നിൽക്കുന്നേ? ചെവി കേക്കില്ലേ നിനക്ക്? വാ, ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. വേഗം വന്ന് വണ്ടി കയറ്. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ഞാൻ ദിവസവും ഈ റൂട്ടിൽ തന്നെ പോകുന്നേ. ഇന്ന് റാണി സ്റ്റാർട്ട് ആവുന്നില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിന്റെ റാണി അതിന് എന്നാ സ്റ്റാർട്ടായിട്ടുള്ളത്? നിന്റെ റാണിയല്ലേ, സ്റ്റാർട്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇപ്പൊ അതല്ലല്ലോ വിഷയം. നീ എന്താ ഈ ചെയ്യുന്നേ? എന്താ നീ നോക്കി നിൽക്കുന്നേ? നിങ്ങൾ വേറെ ഏതോ ലോകത്താണെന്നോർത്ത് ഹോൺ ചെയ്തൊന്ന് ബോധം വരുത്തിയതാ. എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോ എന്നെ റാണി ഇവിടെ ഇട്ടിട്ട് വരണമെന്നാണോ? നിന്റെ റാണി ആക്രിക്കാർക്ക് പോലും വേണ്ട. ഈ പാട്ടവണ്ടി ഇനി എടുത്തോണ്ട് വല്ല മ്യൂസിയത്തിലും കൊണ്ടുപോയി വെക്കാൻ കൊള്ളാം. എന്റെ വണ്ടി എന്തെങ്കിലും പറഞ്ഞ എനിക്ക് ഇഷ്ടാവില്ലേ? ഇന്നെന്തോ മൂഡ് ഓഫിൽ അവള്. അറിയാണ്ടെങ്ങനെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാ അവള് വല്ല ഡിപ്രഷനിലോട്ട് പോവും. നീയും നിന്റെ ഒരു റാണിയും രണ്ടിനും വട്ട. നോക്കിക്കോ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. ചുമ്മാ വായും പൊളിച്ച് നിൽക്കണ്ട. നിന്റെ റാണി ഇപ്പൊ എന്റെ ഫ്രണ്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവള് കേക്കും. നീ നോക്കിക്കോ. നിങ്ങൾക്ക് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരടി മുന്നോട്ട് പോലും വരില്ല. വന്നായിരുന്നെങ്കിൽ റാണിയെ പോലെ ഞാനും നീ പറയുന്ന കേട്ടേനെ. നീ ഏത് ലോകത്താ? റാണി, നിന്റെ പ്രിയപ്പെട്ട ആള് വന്നിട്ടുണ്ട്.
നിങ്ങളൊക്കെ ആരാ? ദേടാ നോക്കിയേ, നമ്മുടെ ID കാർഡൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിലേ ഒന്ന് കാണിച്ചു കൊടുക്കാവുന്നു. എൻക്വയറിയുടെ ഭാഗമായിട്ട് നിങ്ങളോടൊന്ന് സൂക്ഷിക്കാൻ പറയാൻ വേണ്ടിയിട്ടാ ഇപ്പൊ വിളിച്ചത്. വാട്ട്? നിങ്ങളോട് മാത്രമല്ല ആ പെൺകുട്ടിയോടും കൂടി പറഞ്ഞു. സാർ എന്തായി പറയുന്നേ? ആ കൃഷ്ണൻ ഒരു വുമണൈസറാണ്. അവന്റെ പേരിൽ ഹരാസ്മെന്റ് കേസുണ്ട്. വിചാരണ ചെയ്യുമ്പോൾ അയാളുടെ കൂടെയുള്ള ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവന്റെ മൊഴി പ്രകാരം നിങ്ങളും അമൂല്യം ചേർന്നാണ് കിഷന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് അവരുടെ അസംഷൻ. ചേട്ടാ, അവൻ ID കാർഡ് അല്ല കാണിക്കേണ്ടിയിരുന്നത്, നരകവാ. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നറിയോ? സ്ഥലം വിടാൻ നോക്ക്. ഞങ്ങളുടെ ബോസിന്റെ മേല് കംപ്ലൈന്റ് കൊടുത്താ വെറുതെ ഇരിക്കുന്നു വിചാരിച്ചോ നീ? ഇന്ന് നിന്റെ അവസാനമാണ്. അപ്പൊ എന്റെ ഗസ് കറക്റ്റ് ആണ്. ഇവര് കിഷന്റെ ആൾക്കാരാ. വേദാന്ത് ആര് ഇവരൊക്കെ? എന്തിനെ പറ്റി സംസാരിക്കുന്നത്? ഏയ്, മര്യാദക്ക് കംപ്ലൈന്റ് പിൻവലിച്ച് മിണ്ടാതിരിക്കുന്ന നല്ലത്. ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, നിങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളുടെ ഷോ ഓഫ് എന്നോട് വേണ്ട. ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. ഇപ്പൊ ഞാൻ മര്യാദയ്ക്കാ നിങ്ങളോട് സംസാരിക്കുന്നേ. സ്ഥലം വിടാൻ നോക്ക്. ഏയ്, എന്താടാ ബിൽഡപ്പ് ആണോ? നിന്നോടൊന്നും ബിൽഡപ്പ് ഇടേണ്ട ആവശ്യം എനിക്കില്ല. ജീവൻ വേണമെങ്കിൽ സ്ഥലം വിട്ടോ. വേദാന്ത് എന്തീ നടക്കുന്നേ? ഇവരൊക്കെ ആരാ? ഓ, ഈ പെണ്ണാണല്ലേ അന്ന് നിന്റെ കൂടെ കംപ്ലൈന്റ് കൊടുത്തത്? ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ഉണ്ടായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഏയ്, എന്താടാ ഇല്ലായിരുന്നെങ്കിൽ? ഇവന്മാർ ഇവിടുന്ന് ഓടിക്കാൻ എനിക്ക് വെറും 2 മിനിറ്റ് മതി. പക്ഷെ ഈ വഴക്ക് കണ്ട ഇവള് പേടിച്ചു പോകും. ഇവള് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. ഏയ്, അവരെ വെറുതെ വിടരുത്. പേടിച്ചോടാണല്ലോ. നിനക്ക് ഇത്ര പേടിയായിരുന്നെങ്കിൽ എന്തിനാ നീ കംപ്ലൈന്റ് കൊടുത്തത്? അവിടെ നിക്കടാ. ആ പെൺകുട്ടിയുടെ ഓടിപ്പോ നിനക്ക് നാണമില്ലേ? നിക്കടാ അവിടെ, നിക്കാൻ. നീ എല്ലാം ചെയ്തു വെച്ചിട്ട് ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അവിടെ നിക്ക്. നീ എങ്ങോട്ട് ഓടിയാലും നിന്നെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ആണാണെങ്കിൽ നിക്കടാ അവിടെ. എടാ നിക്കാൻ. ആണാണെങ്കിൽ നിക്കടാ അവിടെ. എടാ നിക്കാൻ. ഞാനും അപ്പം അതിനെ നോക്കുന്നുണ്ട്. വായി തോന്നൊക്കെ അങ്ങ് പറയാന്നാ. പാമ്പിനെ എലിയൊക്കെ പോയി പേടിപ്പിക്കാൻ നോക്ക്, അല്ലാതെ പുലിയല്ല. ഏയ്, ഇത്ര നേരം അവനായിരുന്നു ബിൽഡപ്പ്, ഇപ്പൊ നീയായോ? ഒന്ന് വെറുതെ ഇരിക്കടോ, കണ്ടിട്ടുണ്ട്. നിങ്ങൾ 4 പേര് വന്നെന്ന് വെച്ച് ഞങ്ങളങ്ങ് പേടിക്കുന്നതാണോ? എന്റെ ബോസ് ഓടിയത് പേടിച്ചിട്ടല്ല. ഓടാതിരുന്ന നിങ്ങളുടെ ഫാമിലിയൊക്കെ നിങ്ങളെ ഓർത്ത് കരയേണ്ടി വരും, അതുകൊണ്ടാ. അമൂല്യ, calm down. എടി പെണ്ണേ, ചുമ്മാ ആവശ്യമില്ല സംസാരിക്കണ്ട. നിനക്ക് ഞങ്ങൾ അറിയില്ല. അവനോട് കംപ്ലൈന്റ് പിൻവലിക്കാൻ പറയേ. പറഞ്ഞത് മനസ്സിലായല്ലോ. കൂടുതൽ ബിൽഡപ്പ് ഒന്നും വേണ്ട. വേദ, അവനെതിരെ ആദ്യം മുതലേ കംപ്ലൈന്റ് എന്ന് പറയുന്നേ? എന്ത് കംപ്ലൈന്റാ? അമൂല്യ ഈ കാര്യം അറിഞ്ഞത് വലിയ പ്രശ്നമാവും.
പറ്റിയ സംസാരിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ബോസ് ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ബോസ് ചെയ്ത കാര്യത്തിന് നിങ്ങൾ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ബോസ് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നതിന് പകരം എന്റെ ബോസിനെ വീണ്ടും ശല്യപ്പെടുത്തി തെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ ഇന്ന് എന്തായാലും ഒരു ഫൈറ്റ് നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് വരരുത്. ആരെങ്കിലും ഒരാളെ സൈഡിലേക്ക് സേഫ്റ്റിക്ക് വേണ്ടി നിർത്തിക്കോ. അവസാനം ആംബുലൻസിനെ വിളിക്കാൻ വേണ്ടി ആള് വേണ്ടേ? നീ എന്താ ഞങ്ങൾക്ക് വാണിംഗ് വരുവാണ്? ഞങ്ങളെ കുറിച്ച് നിനക്ക് അറിയില്ല. എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വേം വാ. ആ ഒരു മിനിറ്റ്, അങ്ങോട്ട് നോക്കിയേ. നിങ്ങളെ ബോസ് അതാ വരുന്നു. ദേ ഓടുന്നു. നിങ്ങളെ പറ്റി അത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തപ്പോ നിങ്ങൾ ഇതിന് എന്നെ പിടിച്ചോണ്ട് ഓടിയത്? 4 എണ്ണം കൊടുത്ത് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാന്നാ ഓർത്തെ. അന്ന് രാത്രി എന്നെ ആരോ കളിയാക്കിന്ന് പറഞ്ഞ് അവന് ശരിക്കും കൊടുത്തതല്ലേ? ഇപ്പൊ എന്ത് പറ്റി? ഓട്ടോ റൈറ്റ് എടുക്ക. ഒരു പെണ്ണായിട്ട് ഞാൻ അവരെ എതിർത്തില്ലേ? എന്നിട്ട് എന്താ ബോസ് ഒരു ധൈര്യം കാണിക്കത്തെ? ബോസ് നേരെ ലെഫ്റ്റ് എടുത്തോളൂ. അല്ല, നിങ്ങളല്ലേ പറയാറ് നിങ്ങൾ വലിയ ശക്തിമാനാണെന്ന്? ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാറ്റത്തൊക്കെ പറന്ന് അവന്മാർക്കിട്ട് 2 എണ്ണം കൊടുക്കുമ്പോ നല്ല എന്റർടൈൻമെന്റ് ആവുമെന്ന് കരുതിയപ്പോ നിങ്ങൾ കാണിച്ചത് വെറും കോമഡി ആയിപ്പോയി ബോസ്. നിന്റെ വായൊന്ന് അടച്ചു വെക്കോ. എന്നോട് മാത്രം പൗരുഷം കാണിച്ചിട്ട് എന്താ കാര്യം? ഒന്നുകൂടെ ഇടിക്കേ. നീ എന്താ അന്തം വിട്ട് നോക്കുന്ന? ഒന്നുകൂടെ ഇടിക്കേ, ഇല്ലെങ്കിൽ നമുക്ക് കൊമ്പ് വരും. ഇത്രയൊക്കെ ചെറിയ കാര്യങ്ങൾ എന്നെ പറ്റി ഓർത്തു വെച്ചിട്ടുണ്ടോ ഈ കള്ളച്ചെറുക്കൻ? ഇങ്ങനെയുള്ള ആൾക്കാരോട് കൂടിയാ സ്നേഹം അല്ലാതെ വേറെ എന്ത് തോന്നാനാ? എന്താ ഇടിക്കാത്ത? ഇടിക്കേ. ഇവിടെ നിർത്ത്. ഇവളുടെ വീട് ഇവിടെ. സാർ, നിങ്ങളുടെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾ കൃത്യമായി വഴി പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. ബോസ് കേറി വാ. അമ്മയോട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഫിൽറ്റർ കോഫി ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട, ഞാൻ പിന്നെ വീട്ടിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാർ അവിടെ നിർത്തിയിട്ടിരിക്കല്ലേ. അയ്യോ, അത് ശരിയാണല്ലോ. ഞാനും ആ തിരക്കിൽ ഓടി വന്ന് വണ്ടി കയറി. എന്റെ റാണി എവിടെയാ? ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. സുമേഷിനോട് പറഞ്ഞ് അത് വീട്ടിലേക്ക് എത്തിച്ചേരാം. ശരി, വാ. പോയിട്ട് വരാം.